നമസ്കാരം. ജഗദീശ്വരിയായ ആദിപരാശക്തിയെ വനദുർഗ അഥവാ കിരാതരൂപത്തിലുള്ള ശ്രീ പാർവതിയായി ആരാധിക്കുന്ന ഒരു ക്ഷേത്രത്തെപ്പറ്റി നിങ്ങൾക്ക് അറിയാമോ? വിഗ്രഹത്തിന് പകരം ഒരു കുഴിയുടെ മുകളിലുള്ള കണ്ണാടി പ്രതിഷ്ഠ മാത്രം ഉള്ള ക്ഷേത്രം. അതെ, കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ കോട്ടക്കലിനടുത്ത് മാറാക്കര പഞ്ചായത്തിൽ കാടാമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രം ശ്രീ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം. കണ്ണാടിയിൽ കാണുന്ന ഭക്തരുടെ പ്രതിബിംബം തന്നെയാണ് ഭഗവതിക്കും എന്ന അദ്വൈത വിശ്വാസം ഇത് സൂചിപ്പിക്കുന്നു. വനദുർഗാഭാവം ഉള്ളതിനാൽ ശ്രീകോവിലിന് മേൽക്കൂരയില്ല. ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം എന്തെന്നാൽ പാശുപതാസ്ത്രം ലഭിക്കാൻ അർജുനൻ പരമശിവനെ ധ്യാനിച്ചു. എന്നാൽ അർജുനന്റെ അഹങ്കാരം അടങ്ങിയ ശേഷമേ ദിവ്യായുധം നൽകിയിട്ട് ഫലമുള്ളൂ എന്ന് മഹാദേവൻ തീരുമാനിക്കുകയും അതിനായി ശിവനും പാർവതിയും കാട്ടാളവേഷത്തിൽ അർജുനൻ തപസ്സു ചെയ്യുന്ന സ്ഥലത്ത് എത്തുകയും ചെയ്തു. ദുര്യോധനൻ മൂകാസുരൻ എന്ന അസുരനെ അർജുനന്റെ തപസ് മുടക്കുവാൻ വേണ്ടി പന്നിയുടെ വേഷത്തിൽ പറഞ്ഞയച്ചു. ഇതു കണ്ടുനിന്ന ശിവഭഗവാൻ പന്നിയെ അമ്പെയ്തു. ഉപദ്രവിക്കാൻ വന്ന പന്നിയെ അർജുനനും അമ്പെയ്തു വീഴ്ത്തി. ഇരുഭാഗത്തെയും അമ്പുകൾ ഏറ്റുവാങ്ങി പന്നി ചത്തുവീണു. പന്നിയെ കൊന്ന അവകാശവാദവുമായി മഹാദേവനും അർജുനനും തമ്മിൽ യുദ്ധമായി. അമ്പുകളേറ്റ് ശിവന്റെ ശരീരം കീറിമുറിഞ്ഞപ്പോൾ പാർവതി അർജുനനെ ശപിച്ചു, എയ്യുന്ന ശരങ്ങൾ പുഷ്പങ്ങളായി വർഷിക്കട്ടെ. കാട്ടാളവേഷത്തിൽ വന്നിരിക്കുന്നതു ശിവനും പാർവതിയുമാണെന്ന് മനസ്സിലാക്കിയ അർജുനൻ സാഷ്ടാംഗം പ്രണമിച്ച് മാപ്പപേക്ഷിച്ചു. ശിവനും പാർവതിയും സന്തുഷ്ടരായി പാശുപതാസ്ത്രം സമ്മാനിച്ചു. ആ കാട്ടാളസ്ത്രീയുടെ ഭാവമാണ് കാടാമ്പുഴ ഭഗവതിക്ക്. അർജുന ബാണങ്ങൾ പൂക്കളായി വർഷിച്ചതിന്റെ സ്മരണയ്ക്കായി പ്രതിഷ്ഠയ്ക്കു ശേഷം ശങ്കരാചാര്യരാണ് പൂമുടൽ ചടങ്ങ് ആരംഭിച്ചത് എന്നാണ് ഐതിഹ്യം. പ്രധാന വഴിപാട് മുട്ടറുക്കൽ ആണ്. ശ്രീകോവിലിൻ മുന്നിലെ ഒരു കല്ലിൽ ശാന്തിക്കാരൻ നാളികേരമുടച്ച് നടത്തുന്നതാണ് ഈ വഴിപാട്. കാടാമ്പുഴ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക. ഭഗവതിയുടെ പിറന്നാളായാണ് തൃക്കാർത്തിക ഉത്സവം ആഘോഷിക്കപ്പെടുന്നത്. യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. കടമ്പുഴ ഭഗവതി ക്ഷേത്രം ഭക്തജനങ്ങൾക്ക് ആത്മവിശ്വാസവും ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കാനുള്ള കരുത്തും നൽകുന്ന ഒരു ശക്തിപീഠമാണ്. ഭഗവതിയെ വിശ്വസിച്ചു വഴിപാട് സമർപ്പിച്ചാൽ മനസ്സിൽ സമാധാനവും കുടുംബത്തിൽ ഐശ്വര്യവും ലഭിക്കും എന്നതാണ് ഭക്തജനങ്ങളുടെ അനുഭവം. ഇതുപോലുള്ള കഥകൾക്കും ഐതിഹ്യങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ള ദേവി ഭക്തർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്.